അച്ഛൻ വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടുണ്ട്, ആങ്ങള വന്നിട്ടുണ്ട്. അങ്ങനെ സകുടുംബമാണ് ശരിക്കും നമ്മുടെ താരങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എന്തിരിക്കുന്നത്. അവിടെ ഗൗരിക്കുട്ടി അവിടെ ഹായ് പറയുന്നുണ്ട്. അപ്പൊ മലയാളത്തിന്റെ മഞ്ജു വലിയ കൈയടി. ഒപ്പം മഞ്ജുയുടെ യാത്രയ്ക്കൊപ്പം എല്ലായ്പ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സ്നേഹം. ഈ മഴയത്തും ക്ഷമയോടെ സ്നേഹത്തോടെ ഞങ്ങളെ കാത്തു നിന്നതിന് ഒരുപാട് സന്തോഷം. എപ്പോഴും എൻ്റെ നാട് കൊച്ചിയല്ല, പക്ഷെ എൻ്റെ സുഹൃത്തുക്കളടക്കം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എവിടെയൊക്കെ യാത്ര ചെയ്താലും തിരിച്ച് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും ഒരു ആശ്വാസവും എന്തോ ഒരു സുഖമൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് അധികം കൊച്ചിയിലൊക്കെ വന്നു പോകാറുണ്ട്. എനിക്കും കൊച്ചിയിൽ വരുമ്പോൾ പ്രത്യേക ഒരു എനർജി, ഒരു മാജിക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു കൊച്ചിയുടെ ഒരു മാജിക്കിന് ഒരു പക്ഷെ മാറ്റം കൂട്ടുന്ന ഒരു കാര്യമായിരിക്കും ഇവിടുത്തെ മൈജി എപ്പിക് ഷോറൂം എന്ന് പറയുന്നത്. മൈജിയുടെ ഒരു യാത്രയിൽ എന്നും മാധുക്കുട്ടി പറഞ്ഞതുപോലെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തല ഉയർത്തിക്കൊണ്ട് ഞാൻ എന്നും ചേർന്ന് നിന്നിട്ടുണ്ട്. മൈജി കുടുംബത്തിന്റെ ഭാഗമായിരിക്കുക, മൈജി ഫാമിലി ഓരോ ഉയർച്ചയുടെ ഓരോ പടവുകൾ ചവിട്ടി കയറുന്നത് വളരെ സന്തോഷത്തോടെ കാണാറുണ്ട്. അതിൻ്റെ യാത്രയിലെ വളരെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് ഈ മൈജി എപ്പിക് ഷോറൂം എന്ന് പറയുന്നത്. ശ്രീ ഷാജി പറഞ്ഞതുപോലെ നമുക്ക് സാധാരണ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. അത് ശരിക്കും വർക്ക് ചെയ്യുമോ ഇല്ലയോ, വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടി വരുമോ എന്നൊക്കെ എപ്പോഴും പല സംശയങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾക്കത് പ്രവർത്തിപ്പിച്ച് നോക്കി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ഉറപ്പ് വരുത്തി, നിങ്ങൾക്ക് സ്വയം ഉറപ്പ് വന്നതിന് ശേഷം മാത്രം വാങ്ങിക്കാനുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ എന്ന് പറയാനായിട്ടില്ല, ഞങ്ങൾ ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. എനിക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ശ്രീ ആസിഫ്. ആസിഫിനോടൊപ്പം ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സന്തോഷത്തിൻ്റെ പ്രത്യേകതയും ഇന്ന് എനിക്ക് വളരെ ഒരുപാടുണ്ട്. ഒപ്പം ആസിഫ് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചിയുടെ കൂടെ ഈ ഇനോഗ്രേഷൻ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനോഗ്രേഷൻ അവിടെ നിൽക്കട്ടെ, എനിക്ക് അതിലും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഒന്നിച്ച് നല്ല അടിപൊളി ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. പിന്നെ ഈ നിങ്ങളെ പോലെയുള്ളവരുടെ സ്നേഹം നിറഞ്ഞ മുഖങ്ങളും ഒരുപാട് സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങളും എപ്പോഴും നേരിട്ട് കാണാമെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരുപാട് എനർജി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നും ഞാൻ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത് അതേപോലെ ഉള്ള സ്നേഹം നിറഞ്ഞ വോമായിട്ടുള്ള എനർജിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഇങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ 10,000 മടങ്ങ് സ്നേഹം തിരിച്ച് അങ്ങോട്ടും അറിയിക്കുന്നു. എല്ലാവർക്കും നന്മയും ആരോഗ്യവും മനസ്സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. താങ്ക് യു. ഗൗരിക്കുട്ടിക്ക് ഒരു പ്രത്യേക സ്നേഹം. ഗൗരിക്കുട്ടിക്കും ഇതേപോലെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഓരോ നല്ല മനസ്സിനും അങ്ങേയറ്റം നന്ദി. താങ്ക് യു. തൃശ്ശൂർ എന്ന് പറയുന്നത് ആ നാട്ടിന്റെ ഒരു കുഞ്ഞു സ്ഥലമാണ് പുള്ള് എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമകാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇടമാണ് പുള്ള് എന്ന് പറയുന്നത്. ആ പുള്ള് എന്ന നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ ഉള്ള് കീഴടക്കിയ നായികയാണ് മഞ്ജു വാര്യർ. ഇപ്പൊ മഞ്ജു ചേച്ചി നിൽക്കുന്ന ഇന്ത്യൻ സ്റ്റുഡന്റിന്റെ സിനിമകളിലൊക്കെ കൗബോയ് ഫിലിംസിലൊക്കെ നായികമാരെ നിൽക്കുന്ന ഒരു ലെവലാണ്. ആ കോസ്റ്റ്യൂമിന് ഒരു നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. വന്ന് കയറുന്ന സമയത്ത് ഭയങ്കര എനർജി ആയിരുന്നു. ഇനിയിപ്പോ അത് ഞാൻ പറയാൻ പാടില്ല. മഞ്ജു ചേച്ചിയുടെ കാര്യം മാർക്ക് നോക്കിക്കോ, പക്ഷെ ആസിഫിനെ ഞാൻ മറ്റാർക്കും വിട്ടു തരില്ല എന്നുള്ളതാണ് ഗിബിയ പറയുന്നത്. ഒരു ഫാൻ ബേസ് ഉള്ള ഒരു നായകൻ, മലയാളത്തിന്റെ സ്വന്തം ആസിഫ് അലി. ഹലോ. അതാ ഈ എനർജി വേണോ എനിക്ക് കുറച്ചുകൂടെ ഒരു വലിയ കൈയടി പ്ലീസ്. ഇതാണ് മൈജി എപ്പിക് ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ മൈജിയുടെ എപ്പിക് ഷോറൂമിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഷിയാസിന്റെ ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഞാനൊരു കൊച്ചിക്കാരനല്ല, എങ്കിലും കൊച്ചിയിൽ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം മൈജിയുടെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഷോറൂം എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മൈജി എപ്പിക്. ഇന്ന് നമ്മള് കൊച്ചിക്കാര് ഫോൺ മേടിക്കാൻ പോകുമ്പോൾ വരുന്നത് ഈ സ്ട്രീറ്റിലാണ് അല്ലേ?
ഇതിലെ നടന്ന് ഇവിടുത്തെ ഓരോ സ്റ്റോറിലും കയറിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പണ്ട് ഫോൺ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അങ്ങനെ ഒരുപാട് ഷോറൂംസിൽ കയറണ്ട, ഒരുപാട് ഷോപ്സിൽ കയറണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ വരാം, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ഡിസ്കൗണ്ടോട് കൂടി മൈസി നിങ്ങൾക്ക് അത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരെയും നമ്മൾ കൊച്ചിയിലേക്ക് വെൽക്കം ചെയ്ത് കഴിഞ്ഞു. മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ ഉടനെ ഒരു സിനിമ എനിക്ക് ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെ പ്രസൻസിലും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടുപേരും ഇപ്പൊ ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഞ്ജു ചേച്ചി ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് പടത്തിൽ നിൽക്കുന്ന പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഒരു ലൈനിലാണ് നിൽക്കണമെങ്കിൽ, ജോണി ഡെപ്പിന്റെ സ്റ്റൈലാണ് ഇപ്പൊ ആസി നിൽക്കുന്നത്. ശരിക്കും അതായത് നമ്മൾ ഇതിനു മുമ്പുള്ള ആസിയുടെ വീഡിയോ ഒക്കെ ഈ സമയത്ത് കണ്ടിട്ടുള്ള വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴൊക്കെയോ ഒരു ജോണി ഡെപ്പ് അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമ വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആസി ഒപ്പം തന്നെ ടിക്കി ടാക്ക എന്ന് പറയുന്ന സിനിമ നമ്മൾ എല്ലാവരും അങ്ങേയറ്റം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ആസിയുടെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന ഒരു സിനിമയാണെന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. രണ്ടു വാക്കത്തെ കൂടി ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ജിസ്ജോയ് ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിമിന്റെ ആണ് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലുക്കാണിത്. എക്സ്ക്ലൂസീവ് ആയിട്ട് മൈസിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ലുക്കാണ്. ഓൺലൈൻ മീഡിയ മുഴുവൻ ഉണ്ട്. ഇന്ന് ഈ ലുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് തരണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലുക്ക് രജിസ്റ്റർ ആയിട്ടുള്ളത് മൈജിയുടെ പല പല ഇനാഗുറേഷൻസിലാണ്. ലാലേട്ടൻ എടപ്പള്ളി ഷോറൂമിലേക്ക് ലാലേട്ടൻ വന്ന സമയത്താണ് ലാലേട്ടന്റെ കുറെ കാലത്തിന് ശേഷം നമ്മൾ മീശ ഇല്ലാതെ കണ്ടത് ഒഴിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ശരിക്കും ഈ മീശ വെച്ച് എന്നെ കണ്ടു. എനിക്ക് തോന്നുന്നേ ആ ഓൺലൈൻ മീഡിയ എല്ലാവരും ഉണ്ടല്ലോ, അവർ നോക്കിയിട്ട് ഒന്ന് മീശ പിരിച്ചാൽ അടിപൊളിയായിരിക്കും. നമ്മളുടെ സ്വന്തം ഷിയാസിക്ക, നമുക്കറിയാം കൊച്ചിയുടെ ഏറ്റവും